നിങ്ങളെ ചിത്രം കണ്ടോ? നിങ്ങൾ ഈ ചിത്രത്തിന്റെ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ചിത്രത്തിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചത്? ഞാൻ ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ട് ശ്രദ്ധിച്ചത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ ബോർഡിന്റെ ഹാഫ് പോർഷനിൽ കൊടുത്തിരിക്കുന്ന ഒരു കളറും അടുത്ത ഹാഫ് പോർഷനിൽ കൊടുത്തിരിക്കുന്ന ഒരു കളറും തമ്മിലുള്ള ആ വ്യത്യാസമാണ്. ആ പോർഷനിൽ കൊടുത്തിരിക്കുന്ന ഒരു കളർ എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് അവിടെ മുസ്ലിം പ്രതിനിധികളാണ് നിൽക്കുന്നത് എന്ന് കാണിക്കുന്നതാണ്. ഇപ്പുറത്ത് കാണിക്കുന്നത് സാഫ്രോൺ BJPന്റെ ഇതിൽ നിൽക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ബോർഡൊക്കെ കൊടുക്കുന്ന സമയത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ BJPയുടെ കാൻഡിഡേറ്റായി മത്സരിച്ച് പരാജയപ്പെട്ടവരുടെ പേരുകൾ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടായിരുന്നു. മിസ്റ്റർ ഗോപാലകൃഷ്ണൻ സംസാരിക്കുന്നത് ഈ ഐഡിയോളജി ഇല്ലാത്ത കേരളത്തിലെ മറ്റുള്ള ആൾക്കാരോടാണ്. എന്തുകൊണ്ട് ഈ ബോർഡ് കേരളത്തിൽ ചർച്ചയാകുന്നു എന്ന് പറഞ്ഞാൽ, കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ, പ്രബുദ്ധത തന്നെ പറയണം, പ്രബുദ്ധരായ ജനങ്ങൾ ഇപ്പോഴും ഈ തരത്തിലുള്ള ഇടുങ്ങിയ ചിന്താഗതിയായിട്ടുള്ള ഇത്തരത്തിൽ മതത്തിന്റെ പേരിൽ രാഷ്ട്രീയവൽക്കരിക്കുന്നു ആൾക്കാരിൽ നിന്നും വ്യത്യസ്തമാണ് കേരളം എന്നുള്ളതുകൊണ്ടാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് രാഷ്ട്രീയമായി ഒരു ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ്. ഇത്രയും നാളും നിങ്ങൾ ഈ പറയുന്നത് പോലെ ഗുരുവായൂരില് മുസ്ലിം MLA വന്നിട്ട് അവിടെ എന്തെങ്കിലും ഒരു കുഴപ്പങ്ങൾ ഉണ്ടായതായിട്ട് താങ്കളുടെ അറിവിലുണ്ടോ മിസ്റ്റർ ഗോപാലകൃഷ്ണൻ? അത് മാത്രമല്ല, വർഷം തോറും ഭക്തജനങ്ങളുടെ എണ്ണം കൂടി വരുന്നതല്ലാതെ കേരളത്തിലെ എല്ലാ മതാചാരങ്ങളെയും ഒരേപോലെ സ്വീകരിക്കുന്ന ഒരു ജനവിഭാഗമാണ് ഈ 3.7 crore ആൾക്കാർ എന്ന് താങ്കൾ മനസ്സിലാക്കണം. താങ്കളുടെ പേരിന്റെ കൂടെ ഭഗവാൻ കൃഷ്ണന്റെ പേരുണ്ടായിട്ട് മാത്രം കാര്യമില്ല. താങ്കളുടെ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും വിഭജനത്തിന്റെയും രാഷ്ട്രീയം കേരളത്തിന്റെ മണ്ണിൽ വില പോകില്ല. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇന്ത്യയിൽ കേരളം വേറിട്ട് നിൽക്കുന്നതും BJPയുടെ കൊടിയുടെ നിറം ഇവിടെ പച്ച കുത്താത്തത് താങ്കളുടെ സങ്കുചിത ചിന്താഗതിയുടെ കുഴപ്പം കൊണ്ട് മാത്രമാണ്. ഇനി ഗോപാലകൃഷ്ണൻ ആ മണ്ഡലത്തിൽ നിന്ന് ജയിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും മണ്ഡലത്തിൽ നിന്ന് ജയിക്കുകയാണെങ്കിൽ തന്നെ താങ്കൾ ഒരു വിഭാഗത്തിന് മാത്രം MLA ആകാൻ നിയോഗിക്കപ്പെട്ട ആളല്ല. ഇതുവരെ കേരളത്തിൽ അങ്ങനെയല്ലായിരുന്നു. ഇനി താങ്കളുടെ പാർട്ടി വന്നതിന് ശേഷം അങ്ങനെ ആകും എന്നുള്ള ഫിയർ ഉള്ളതുകൊണ്ടാണ് ഇപ്പോഴും കേരളത്തിലെ മതചിന്താഗതിയുള്ള ആൾക്കാർ ഇപ്പോഴും താങ്കളുടെ പാർട്ടിക്ക് വോട്ട് കുത്താത്തത്. ഞാൻ പറയുന്നത്, കേരളത്തിൽ 140 മണ്ഡലങ്ങളിൽ ആരൊക്കെ ജയിച്ചാലും ഗുരുവായൂരിൽ നിന്നും ഗോപാലകൃഷ്ണനും വേങ്ങരയിൽ നിന്നും KM ഷാജിയും ജയിക്കാൻ പാടില്ല. ഈ രണ്ടുപേരുടെയും പ്രസ്താവനകൾ വർഗീയതയുടെ PhD നേടിയ ചിന്താഗതികളാണ്. പച്ചയിൽ എഴുതിയാലും ചോപ്പിൽ എഴുതിയാലും സാഫ്രോണിൽ എഴുതിയാലും ഈ മത്സരിച്ച സ്ഥാനാർത്ഥികൾ ആരും ഓട് പൊളിച്ചോ പെട്ടി തൂക്കിയോ നിയമസഭയിലെത്തിയവരല്ല. കൃത്യമായി ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിച്ചു വന്നവരാണ്. അത് വോട്ട് ചോറിയിലൂടെയോ അല്ലട്ടോ, കൃത്യമായി വോട്ടുകൾ ചെയ്തു. ഇനി ഗോപാലകൃഷ്ണൻ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. ആ ബോർഡിലുള്ള ആളുകളുടെ പേരുകൾ അവരാരും ജയിച്ചത് അവിടെയുള്ള മുസ്ലിം കമ്മ്യൂണിറ്റി മാത്രം വോട്ട് ചെയ്തിട്ടല്ല. അന്തസ്സുള്ള ബഹുമാനപ്പെട്ട ഹിന്ദു സഹോദരങ്ങളുടെ വോട്ട് കൂടി ജയിച്ചിട്ടാണ് ഇവരുടെയൊക്കെ MLA അവിടെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ പൊന്നാനിയിൽ നിന്നൊക്കെ ജയിച്ച ബഹുമാനപ്പെട്ട മുൻ സ്പീക്കർ ശ്രീരാമകൃഷ്ണനൊക്കെ ഏത് പള്ളിയിലെ കാളിയായിരുന്നു? അല്ലല്ലോ. അതാണ് കേരളം. അത് ഏതൊക്കെ തരത്തിൽ താങ്കളും താങ്കളുടെ പാർട്ടിയും കേരളത്തെ മോശമാക്കിയാലും അതിനെ ഉയർത്തിപ്പിടിക്കാൻ, അതിന്റെ അഭിമാനത്തെ ഉയർത്തിപ്പിടിക്കാൻ ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട്. നന്ദി, നമസ്കാരം.